ക്ഷേത്രോത്സവങ്ങളിൽ ഭക്തിപ്പാട്ടുകൾ മാത്രം മതിയെന്ന് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടോ ദേവസ്വം ബോർഡുകളിലെ ക്ഷേത്ര ഭാരവാഹികൾ? ഒരു ക്ഷേത്രത്തിൽ ഒരു ഉത്സവത്തിന് ഒരു ഗാനമേള വയ്ക്കുന്നു. അതിൽ ആയിരങ്ങളല്ല നൂറുകണക്കിന് ആൾക്കാർ തടിച്ചുകൂടുന്നു. അവിടെ ശ്രോതാക്കളല്ലെ പ്രേക്ഷകർ ചില പാട്ടുകൾ പാടാൻ ആവശ്യപ്പെടുന്നു. ഗാനമേള അവരുടെ ഒരു തൊഴിലാണ്. ഗായകർ വന്ന് പാടുന്നു, അതിനവർക്ക് പൈസ കൊടുക്കുന്നു, ക്ഷേത്ര ഭരണസമിതി അല്ലേ സംവിധാനം കൊടുക്കുന്നു. അവർ പാടുമ്പോൾ ചില ഓഡിയൻസിൽ നിന്ന് ചില പാട്ടുകൾ പാടാൻ അവർ പറയുന്നു. അവരുടെ ഡിമാൻഡ് അനുസരിച്ച് പാട്ടുകാരത് പാടുന്നു. അത് അവരുടെയും സന്തോഷമാണ്. ഇതിനെയൊക്കെ ഇങ്ങനെ ജാതിമത പരിഗണന വെച്ചിട്ട് ചിന്തിക്കുക എന്ന് പറഞ്ഞൊരു അവസ്ഥയിലേക്ക് കേരളം മുന്നോട്ടാണോ പിന്നോട്ടാണോ പോകുന്നത്? ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് കൊല്ലം ജില്ലയിലെ കടക്കൽ ക്ഷേത്രത്തിലെ തിരുവാതിര ഉത്സവം കഴിഞ്ഞ ദിവസം നടന്നത്. അവിടെ അലോഷി യാദമാണ് ഗാനങ്ങൾ അവതരിപ്പിക്കാൻ വന്നത്. ഏറ്റവും കൂടുതൽ ഓഡിയൻസ് കിട്ടുന്ന ഒരു ഗായകനാണ് അലോഷി. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വിപ്ലവ ഗാനങ്ങളും മറ്റ് ഗാനങ്ങളും. അപ്പോൾ ഒരു ക്ഷേത്രോത്സവത്തിലെ ഒരു ഗാനമേളയ്ക്ക് അതൊരു പബ്ലിക് ഫംഗ്ഷൻ അല്ലേ? അവിടെ ക്ഷേത്ര ആചാരപ്രകാരം ഭക്തിഗാനങ്ങൾ മാത്രമേ പാടാൻ പാടുള്ളൂ എന്ന് നിയമമുണ്ടോ? ഇപ്പൊ ചൂണ്ടിക്കാണിക്കുന്നത് BJP-ക്കാരും കോൺഗ്രസ്സുകാരും പരാതി കൊടുത്തു, ക്ഷേത്രോത്സവത്തിന് വിപ്ലവഗാനം പാടി. അത് ശരിയായില്ല. കേരളം എങ്ങോട്ടാണ് പോകുന്നത്? ഈ പറഞ്ഞ അദ്ദേഹം അലോഷി പാടിയ 2 പാട്ടുകൾ, 100 പൂക്കളെ എന്നുള്ള പാട്ടും പുഷ്പനെ അറിയുമോ എന്ന പാട്ടും, അത് ഹിറ്റ് പാട്ടുകളാണ്. എത്രയോ ഗാനമേളകളിൽ ക്ഷേത്ര അങ്കണത്തിൽ തന്നെ തയ്യാറാക്കിയ വേദിയിൽ അലോഷി ഇത് പാടിയിട്ടുണ്ടെന്ന് പഴയ യൂട്യൂബ് ഫയൽസ് നോക്കിയാൽ മതി. അവിടെ ആരും പരാതിപ്പെട്ടിട്ടില്ലല്ലോ. പിന്നെന്താ കടക്കൽ അവിടെ മാത്രം ഒരു പ്രശ്നം? നിങ്ങൾ വേറൊരു ഭക്തി ഗാനമേള വെച്ചോ, ഒരു വിരോധമൊന്നുമില്ല. പക്ഷേ ഒരു ഗാനമേള എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എല്ലാത്തരം പാട്ടുകൾ പാടും. ഭക്തിഗാനമാവാം, മറ്റു പാട്ടുകൾ സിനിമാ ഗാനങ്ങളാവാം, മറ്റ് കമ്പോസിങ് ആവാം, വിപ്ലവ ഗീതങ്ങളാവാം. എന്താ വിപ്ലവ ഗീതങ്ങളില്ലാതെ ഇവിടെ ഒരു ഗാനമേള നടത്താൻ പറ്റുമോ? വയലാറും മറ്റുള്ളവരും ഫിഭാസ്കരനും ONV-യും പിന്നെ ഇങ്ങോട്ടുള്ളൊരു വലിയ ഗാന രചയിതാക്കളുടെ ഒരു തലമുറ എഴുതിയ എത്രയോ വിപ്ലവ ഗാനങ്ങളാണ് ഈ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോയത്. ഇനി ഭക്തിഗാനങ്ങൾ മാത്രം മതി. കുറെ ഭക്തിഗാനങ്ങൾ സംഘപരിവാർ ഇറക്ക്, ഭക്തി ഗാന രചയിതാക്കൾ ഇറക്കിയിട്ട് ഇത് എവിടെ എത്തും നമുക്ക് നോക്കാം. കാലം മറന്ന് സംസാരിക്കുന്ന രീതിയുണ്ടല്ലോ, അതിനെതിരെ പോലീസിൽ പരാതി കൊടുത്തു. അപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അതിൻ്റെ കോടതിയുടെ ഒരു വിധിയുണ്ട്, ന്യായം പറഞ്ഞു. അങ്ങനെ വിപ്ലവഗാനങ്ങളോ അങ്ങനെയൊന്നും പാടാൻ അതിന് ഇതായിട്ടൊരു വിധിയുണ്ട്. ആ വിധിയെ നമുക്ക് മാനിക്കേണ്ട ഒരു നിയമമാണ് എന്നാൽ ഹൈക്കോടതി വിധി പറയുന്നത്. അതും ഒരു തമാശയാണ്. കോടതി വിധിയെ കളിയാക്കി പറയുകയല്ല, അതിലെ പ്രായോഗികതയില്ലായ്മ, പ്രായോഗികത പറയുക. ഹൈക്കോടതിയുടെ ഉത്തരവ് എന്തായിരുന്നു? ക്ഷേത്രങ്ങളിലും പരിസരത്തും ശ്രദ്ധിച്ച് നമ്മുടെ പ്രേക്ഷകർ മനസ്സിലാക്കണം, രാഷ്ട്രീയ ജാതി മത സംഘടനകളുടെ കൊടികളോ ചിഹ്നങ്ങളോ പ്രദർശിപ്പിക്കാൻ പാടില്ല. ഇത് എത്രമാത്രം പ്രായോഗികമാണ് ഈ ഹൈക്കോടതിയിലെ ഈ വിധി? ഈ സംഘാടകര് ഇപ്പൊ നമുക്ക് ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ നമുക്കറിയാം, അവിടെ ഒരു ലോക്കൽ ഉപദേശക സമിതിയുണ്ട് ഓരോ ക്ഷേത്രത്തിലും. അവരാണ് സംഘാടകരാണ്, അവരാണ് ഉത്സവം നടത്തുന്നത്. ഏത് ഉത്സവമാവട്ടെ, വാർഷികോത്സവമാവട്ടെ, തിരുവാതിര ഉത്സവമായിട്ട് അവരാണ് അതിൻ്റെ ഐറ്റം തീരുമാനിക്കുന്നത്. ആരെ ഗാനമേളയ്ക്ക് വിളിക്കണം, ആരാണ് നന്നായിട്ട് പാടുക, ആര് ജനം കൂടാൻ ആരെ വിളിക്കണം എന്നൊക്കെ, അതൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ കടക്കിൽ അവിടുത്തെ വ്യാപാരി വ്യവസായ സമിതി ആയിരുന്നു അവിടുത്തെ സംഘാടകർ. അവരാണ് ക്ഷേത്ര ഭരണസമിതിയിലുള്ളവർ. അപ്പോൾ അവര് അലോഷിയുടെ ഗാനമേള അവിടെ ബുക്ക് ചെയ്തു. അലോഷിക്ക് അതിന്റെ കാശ് കൊടുക്കുന്നു, അലോഷി വന്ന് പാടുന്നു. ആകെ പറഞ്ഞത് അലോഷിയുടെ ഒരു കാർഡ് അവിടെ സ്ക്രീനിൽ കാണിക്കണം. അവിടെ LED പിന്നെ വോളുണ്ട്. അപ്പോൾ ഓരോ പാട്ട് വരുമ്പോഴും അതിനനുസരിച്ച് ഇപ്പൊ അയ്യപ്പന്റെ പാട്ട് വന്നാൽ അയ്യപ്പനെ കാണിക്കും LED വോളിലെ. ഒരു വിപ്ലവഗാനം വന്നു കഴിഞ്ഞാൽ അത് കാണിക്കും, അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് കാണിക്കും. അപ്പൊ അത് എന്താ, സംഘാടകരിൽ ഇരുന്ന അവിടെ LED നിയന്ത്രിച്ച ഓപ്പറേറ്റർ അപ്പോൾ DYFIയുടെ പിന്നെ കൊടി കാണിച്ചു, പാർട്ടിയുടെ കൊടി കാണിച്ചു. പ്രശ്നമായി. ഇപ്പൊ ക്ഷേത്രങ്ങൾ, ഇപ്പൊ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങൾ കൂടാതെ SNDPയുടെ കീഴിൽ ക്ഷേത്രങ്ങളുണ്ട്, നാരായണ ഗുരു സ്ഥാപിച്ച ക്ഷേത്രങ്ങളുണ്ട്, NSS നിയന്ത്രിക്കുന്ന ക്ഷേത്രങ്ങളുണ്ട്, മറ്റ് സ്വതന്ത്ര പിന്നെ ഈ ആറ്റുകാൽ പോലെ അല്ലെ ചക്കുളത്തുകാവ് പോലെ വേറെ സ്വതന്ത്ര സ്വകാര്യ കുടുംബ ട്രസ്റ്റിന്റെ ക്ഷേത്രങ്ങളുണ്ട്. ഇവിടൊക്കെ ഭക്തിഗാനമേള മാത്രമേ പാടൂ എന്ന് ആരാ നിർദ്ദേശിക്കുന്നത്?
ഇപ്പൊ കേരള ഹൈക്കോടതി അങ്ങനെ പറഞ്ഞാൽ ഇത് എത്രമാത്രം പ്രായോഗികമാക്കാൻ പറ്റും? അപ്പൊ അലോഷി പറഞ്ഞ് അതിന്റെ മറുപടിയായിട്ട് പറഞ്ഞ് ചാനൽ എല്ലാം പറഞ്ഞ് എനിക്കിതൊന്നും അറിയില്ല, എന്നെ ഗാനമേളയ്ക്ക് വിളിച്ചു, ഞാൻ പോയി അവിടെ പാടി. അപ്പൊ അവിടെ ഇരുന്നവർ പറഞ്ഞ് ഇന്ന പാട്ട് പാട്, ഇന്ന പാട്ട് പാട്. അപ്പൊ ഒരു സന്തോഷം, ഞാൻ പാടി. അവിടെ CPM-കാർ കാണും, പ്രവർത്തകർ കാണും, കോൺഗ്രസ്സുകാർ കാണും, BJP കാണും, ലീഗുകാർ കാണും. ഞാൻ മനസ്സിലാക്കിയ ലീഗുകാർ വരെ വന്നിട്ട് എനിക്ക് കൈയടിച്ചു എന്നാണ് മനസ്സിലാക്കിയത്. അപ്പൊ ഈ പാട്ടിനകത്ത് ജാതിയുണ്ടോ, മതമുണ്ടോ, വർഗീയതയുണ്ടോ? ഏത് ലോകത്തേക്കാണ് ഈ സംഘപരിവാറും ഇവിടുത്തെ അർദ്ധ സംഘപരിവാറായ രമേശ് ചെന്നിത്തലയും VD സതീഷും ഉൾപ്പെടുന്ന കോൺഗ്രസ് ഈ കേരളത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് പറയുമ്പോൾ ആലോചിക്കുമ്പോൾ സത്യം പറയാൻ കഷ്ടം തോന്നുന്നു.